എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ. ഇതാ അമ്മക്ക് കൈ നിറയെ സാധനങ്ങൾ വാങ്ങാവാ. പിന്നെ ഉന്തി നോക്ക്. എന്നെ അവര് പിടിച്ചകത്തിടും. അത് തന്നെയല്ലേ? അല്ല അല്ലേ? അതാ ചെരുപ്പ് നല്ലതാ. കാലിന് കുറച്ചും കൂടെ മെനയുണ്ടെങ്കിൽ നന്നായി. ഇത് വാങ്ങിയിട്ട് കഴിക്കാം. അവിടെ ഇതുകൊണ്ട് അടിച്ചോണ്ടിരിക്കും ഒരാള്. പഴയ ചങ്കണ്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അമ്മ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന് തീരുമാനിച്ചിരിക്കുവാണ്. അമ്മയുടെ ഫേവറേറ്റ് ആയ വനിതാ എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു നിനക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് പോയി വാങ്ങിക്കോ. അത് കുഴപ്പമില്ല, ഫുഡെങ്കിലും കാട്. ആണോ? അതാ ഒരു കാര്യം ചെയ്യാം. എവിടെ വെയിറ്റ് ചെയ്യ നോക്കട്ടെ. വെയിറ്റ് ചെയ്യണം. ഇതാ അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ. ഇതാ അമ്മക്ക് കൈ നിറയെ സാധനങ്ങൾ വാങ്ങാവാ. പിന്നെ അതെ, ഈ നീലക്കണ്ണാടിയൊക്കെ വെച്ച് ഇറങ്ങുന്ന എന്തിനാ? അത് ഞാൻ വാങ്ങി തന്നാ കേട്ടാ, നീലക്കണ്ണാടി. വൺസ് അപ്പോൺ എ ടൈം ഒരു വർഷം പോലും ആയിട്ടില്ല. ഇപ്പൊ അടുത്തെന്ന് പറ. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞാ പണ്ടാ. അതെ, അടുത്ത ആളിരിക്കുന്നു. എന്തായി? ഷൂസ് ഇടട്ടെ. ഞാനും വേദും സെയിം ഷൂസ് ആണ്. മര്യാദക്ക് ഇട്ട വേദു. ഇത്തവണ വനിത എക്സിബിഷൻ ഉണ്ടല്ലോ ഇവിടെ മെറൈൻ ഡ്രൈവിലാണ്. സാധാരണ എപ്പോഴും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലല്ലേ, ഇത്തവണ മെറൈൻ ഡ്രൈവിൽ ടെൻറ്റ് ഇട്ടിട്ടാണ്. എനിക്ക് സ്പേസ് ഒക്കെ സെയിം ആണ് ആൻഡ് ഡ്യൂറേഷനും കുറവാണ്. ഏകദേശം 20 days ഉള്ളൂ. ഫെബ്രുവരി 26 വരെ കണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ നോക്കട്ടെ പഴയതുപോലെ തന്നെയാണോ എന്ന്. അമ്പളല്ലേ ഇതിൽ കൂടെ എൻട്രൻസ് തോന്നാമോ? നല്ല രസമുണ്ട് എൻട്രൻസ്. ഉന്തി നോക്ക്. എന്നെ അവര് പിടിച്ചകത്തിടും. അത് തന്നെയല്ലേ? അല്ല അല്ലേ? അതാ രാവിലെ വരാൻ പോയതാ. ഇവിടെ രാവിലെ ഇല്ല കേട്ടോ. 1 മണി തൊട്ട് 9 മണി വരെയാണ്. ഓ, ഇതൊക്കെ ഉണ്ടല്ലോ, ഫ്രീ ഉണ്ടോ? ടിക്കറ്റ് 50 രൂപ ഒരാൾക്ക്. 50 രൂപ. വേദന വേണ്ട. മറ്റേ ടോപ്പ് ലോഡിങ് ഫ്രണ്ട് ലോഡിങ് തരാൻ പറഞ്ഞൂടെ? നീ മിക്കവാറും എന്നെ അടി വാങ്ങിപ്പിക്കാൻ. അതേ ഉള്ളൂ അമ്മ. ഇത് അത് ചോദിക്കാൻ പോകുന്നത്. ചോദിക്കട്ടെ. ഞങ്ങളുടെ ഫ്രണ്ട് ലോഡിങ് വാഷിംഗ് മെഷീനാണ്. അമ്മ ഫ്രണ്ട് ലോഡിങ് കിട്ടും. ഫ്രണ്ട് ലോഡിങ് ഉണ്ടോ? ടോപ്പ് ലോഡിങ് മാത്രമേ ഉള്ള. ഞാൻ പറഞ്ഞില്ലേ, ഈ എക്സിബിഷന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റ് ഞങ്ങൾ മെയില് പ്ലാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും മെയില് ഫസ്റ്റ് ഒരു വീക്കെൻഡ് ഒക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും സ്റ്റാൾ എൻക്വയറീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇടാം. പക്ഷേ നിങ്ങൾക്ക് എൻക്വയറീസ് വേണമെങ്കിൽ അടി കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. നമ്മൾ റിവേർട്ട് ചെയ്യുന്നതായിരിക്കും. OHF ഫ്ലീ മാർക്കറ്റ് എനിക്കൊന്നും ഇപ്പം കുറെ കാലം കഴിഞ്ഞിട്ടാണ് കൊച്ചിയിലേക്ക് വീണ്ടും വരുന്നത്. കയറുമ്പോൾ തന്നെ ആദ്യമേ ഉണ്ടല്ലോ ഫുൾ ഇലക്ട്രോണിക്സിനാണ്. ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. സാധാരണ സാധനങ്ങള് അല്ലെങ്കിൽ ഡ്രസ്സുകള്, ടോയ്സ് അങ്ങനത്തെ ഒക്കെ വാങ്ങാനാണ്. അല്ലാതെ ഫ്രിഡ്ജ് അതൊന്നും നമ്മൾ പൊതുവെ നോക്കാറില്ല. പിന്നെ അങ്ങനത്തെ ഒരു കൂടുതൽ ചെറിയ സാധനങ്ങൾ നോക്കാനാണ്. യുണീക്ക് സാധനങ്ങൾ. അമ്മ പുതിയ AC വാങ്ങണം എന്ന് പറഞ്ഞില്ലേ? 500 രൂപയില്ല വാങ്ങുക. അതൊന്നും വേണ്ട, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരും. ഇനിയിപ്പോൾ അത് അടുത്ത ചെറിയ സെക്ഷൻ. ഇത്തവണ ഫേർണിച്ചേഴ്സും ഉണ്ട്. അതെപ്പോഴും ഉണ്ട്, പക്ഷെ കുറച്ച് കുറവാന്ന് തോന്നുന്നു. ഇവിടെ എക്യുപ്മെന്റ് ഇതൊന്നും അല്ല വേദു, ഇതൊക്കെ ജിമ്മിലെ മെഷീനാ. വാ, വേദുവിന്റെ സ്ഥലങ്ങൾ എത്തുന്നേ ഉള്ളൂ. വാ, വേദുവിന്റെ അമ്മയുടെ ഒക്കെ അല്ലേ? കേറുന്നുണ്ടോ? ഇവിടെ ഒന്നും വാങ്ങണ്ട. ഇതൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പി സ്റ്റോറി വന്ന് വാങ്ങുക. അവിടെയാണ് ഇന്നും കാട്ടി ബെറ്റർ. അതൊക്കെ ഓക്കെ. അമ്മ ഞങ്ങൾ അറിയാതെ വന്ന് വാങ്ങിയത് എപ്പോഴോ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം മിലാപ്പിന്റെ പ്രോഡക്ട്സ് അവർക്ക് നല്ല പ്രോഡക്റ്റാ. അപ്പൊ അങ്ങനെ ആ പുള്ളിയായിരുന്നു എനിക്ക് ഡീലർ. അപ്പൊ എന്നെ കണ്ടോടനെ വിളിച്ചതാ. കണ്ടാ നോക്കിട്ട് അറിയാതെ കുറെ കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങുന്നുണ്ടല്ലോ. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചിപ്സ് ആണെന്ന് തോന്നുന്നു. ചിപ്സ് ആണെന്ന് തോന്നുന്നു. ബനാന ചിപ്സ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഫ്ലേവേർഡ് ബനാന ചിപ്സ് ആണെന്ന് തോന്നുന്നു. സാമ്പിൾ നോക്കാം. നോക്ക് അമ്മ, നോക്ക് ഏത് ഫ്ലേവർ അത്? അണിയൻ. വേദം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടാ. പ്രിങ്കിൾസാ ഇത്. അന്ന് ഇതൊരെണ്ണം എടുത്തോ. ഇതും എടുത്തൊരു നോർമലും എടുത്തോ അമ്മ. നോർമൽ നമ്മൾ സാധാരണ എന്നാലും നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന്. ബൈ 1 get 1 ഫ്രീ ആ. സ്പൈസി ആണോ? അതോ കഴിക്കാൻ പറ്റുമോ വേദുവിന്? സ്പൈസി ആണോ? ഭയങ്കര സ്പൈസി ആണോ? കഴിക്കാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ, വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. 2 ലക്ഷം രൂപ. ഞാൻ ലോട്ടറി അപ്പൊ അടിക്കും. കാലെന്റെ അകത്ത് വെക്ക്. തല റിലാക്സ് ചെയ്യ. നോക്കട്ടെ എങ്ങനെ ഉണ്ടത്. നല്ലതാണെങ്കിൽ ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും മസാജിന്റെ ആൾക്കാരാ. ബമ്മൊക്കെ മസാജ് ചെയ്യുന്നുണ്ട്. കിടന്നാ റിലാക്സ് ചെയ്ത്. അമ്മ ചെയ്യാത്തോണ്ടാ ഇതുവരെ. ഓ, ഇത് ഫുൾ സ്ലീപ്പിംഗ് പൊസിഷൻ ഒങ്ങണ്ട. ആ, അമ്മക്ക് മസാജ് ചെയ്ത് ശീലമില്ലാത്തോണ്ടായിരിക്കും കുറച്ച് പിടുത്തവും വേദനയൊക്കെ തോന്നും. വേദനയല്ല, ഫണ്ണി ആയിട്ട് തോന്നും. ചിപ്സ് വാങ്ങുവാണെങ്കിൽ അമ്മ വെള്ളം കൊടുക്കും. ഈ ചിപ്സ് വാങ്ങിയത് കേട്ടോ, നല്ല ബനാനയുടെ ഫ്ലേവർ ഇല്ലെങ്കിൽ നല്ല എരിവുണ്ട്, കഴിക്കാൻ നല്ല സുഖമുണ്ട്. നല്ല സുഖമാണ്, ഭയങ്കര എരിവുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാച്ചറും കൊള്ളാം. മസാച്ചർ അടിപൊളി. അതെങ്കിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 രൂപയ്ക്ക് കിട്ടും. ഇപ്പൊ അയാൾ 2.25 പറഞ്ഞു. 3.75 തുടങ്ങിയതാ. 2 വാങ്ങുകയാണെങ്കിൽ 2 ഇത് കിട്ടും. എന്തോന്നാ ഇത്, വലിയ കട്ട്ലറ്റാ. 2 നമുക്കല്ല, ഒരെണ്ണം തന്നെക്കും വാങ്ങ്. വാങ്ങും. 4 ലക്ഷം രൂപ നിനക്ക് തരൂലേ? എനിക്ക് വാങ്ങിച്ചു. അതൊക്കെയറിയാം. അവൻ ഇടിച്ചു കണ്ട. അപ്പയ്ക്ക് വാങ്ങിത്തരില്ല അന്ന്. ഇനി നമ്മുടെ സ്ഥലങ്ങളെത്തി. ഇതിപ്പോ ഒരു തായ്ലൻഡിലെ സ്ട്രീറ്റ് മാർക്കറ്റിൽ പോയ ഫീലാണ്. എന്താ ഉണ്ട് ശാശയുടെ പെട്ടി. പക്ഷെ നമുക്ക് ടോയ് വാങ്ങാം. അമ്മയ്ക്ക് പറ്റിയ സ്ഥലങ്ങൾ എത്തിയില്ലേ? എന്തെങ്കിലും കാണും, തുടങ്ങിയേ ഉള്ളൂ. ബാഗൊക്കെ ഉണ്ട്. ബാഗ് ഒന്നും വേണ്ട. ബാഗ് ഞാൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാം. ഞാൻ ഇപ്പൊ ജപ്പാനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ബാഗ് ഉപയോഗിച്ചോ? കുഞ്ഞല്ലേ? ആ, അതൊന്നും ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാൻ പറ്റും. മൊബൈലൊക്കെ ഇടാനാ. അതടുത്ത ഞാൻ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാം. അടുത്ത മാസം അടുത്ത ട്രിപ്പ് പോവാ. പിന്നെ ട്രാവൽ വ്ളോഗ് ഇല്ലാത്തതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര ചൂടായിരിക്കുമോ. അമ്മ ഷൂ സ്റ്റാൻഡ് എവിടെ? അമ്മ എന്നെ 1 മാസമായിട്ട് എന്റെ പുറകെ നടക്കുവാണ്. ഷൂ സ്റ്റാൻഡ് പോരാ. ഇത് പോരാ. നമ്മുടെ കളക്ഷൻ ഇതൊന്നും പോരല്ലോ അല്ലേ? തായ്ലാൻഡ് ഫുട്വെയർ നമ്മളോട്. ഞാൻ തായ്ലൻഡിൽ നിന്ന് അമ്മയ്ക്ക് ഇതിനെ കാട്ടി ബെറ്റർ സാധനങ്ങൾ വാങ്ങാമല്ലോ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഇത് തായ്ലൻഡിൽ നിന്ന് തന്നെ ആണെങ്കിൽ സംഭവം നല്ലതായിരിക്കും. തളക്കമുള്ളത് വാങ്ങിക്കാം. തൽക്കാലത്തേക്ക് ഒരെണ്ണം വാങ്ങിക്കാം. ബാക്കി തായ്ലൻഡ് ഞാൻ പോകുമ്പോൾ വാങ്ങാം. ഓ, അമ്മയ്ക്ക് സന്തോഷമായി തളക്കം കണ്ടപ്പോ. അമ്മയ്ക്ക് ഒരു തളക്കമുള്ള ഒരു ഹാഫ് ഷൂ പോലെ വാങ്ങിത്തല്ല പണ്ട്. ഇത് തന്നെ സ്റ്റീവ് മെയ്ഡിന്റെ. ഇത് നിർബന്ധിച്ചായിരുന്നു. അമ്മ കേടാവെന്ന് വിചാരിച്ചിട്ട് ഇടാറില്ലായിരുന്നു. ഞാൻ ഇനി വഴക്ക് പറഞ്ഞു, കേടാവെങ്കിൽ കേടാവട്ടെ എന്ന് പറഞ്ഞ് ഇടാൻ പറഞ്ഞിരിക്കുക. ഹീൽസ് വേണം. അമ്മ ഹീൽസ് ഇട്ട് നടക്കാറൊന്നും അറിയില്ല. തലകുത്തി വീണാ പിന്നെ ഞാൻ കൊണ്ടുപോയില്ല. ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഹീൽസിൽ നടന്നതാ. കണ്ടാ പറയും. ചെരുപ്പ് നല്ലതാ. കാലിന് കുറച്ചും കൂടെ മെനയുണ്ടെങ്കിൽ നന്നായി. സൂപ്പർ കാല. എവിടെ കാണുന്നു ഇതുപോലത്തെ കാലൊക്കെ? നോക്ക്, കണ്ട, അടിപൊളിയാ. കാട്ടി ചെരുപ്പുണ്ട് അമ്മയ്ക്ക്. എന്നിട്ട് വേണം. ഉണ്ട്. സത്യം പറയാമ, സത്യം. ഒരു നല്ലത് ഇതുപോലെ പുറത്തിടാന്ന ഒരു 5-6 ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ വാ. ഞാൻ മനഃപൂർവ്വം വാങ്ങാത്ത, അങ്ങനെ എങ്ങും പോവാറില്ലല്ലോ. സൈസ് കിട്ടി. എല്ലാത്തിനും 600 രൂപ ഉള്ളു കേട്ടോ ഇവിടെ. തായ്ലൻഡ് ആണെങ്കിൽ ഏകദേശം ഈ റേറ്റ് ഒക്കെ തന്നെ വരും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഡൽഹി വല്ല ആയിരിക്കും. കാണുമ്പോൾ നമ്മുടെ ബാങ്കോക്കിനെയാണ്. പക്ഷെ വെറൈറ്റിയും സാധനങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിൾ. പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ല ക്ലീൻ ആണ്. എറണാകുളത്തെ ബെസ്റ്റ് കണ്ടക്ടഡ് എക്സിബിഷൻ ഇത് തന്നെയാണ്. അമ്മയ്ക്ക് തളക്കം മാറ്റി ഈ ജൂട്ടിനെ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെടുന്നു. ഫ്രണ്ട് കവേർഡും ആണ്. പിന്നെ സൽവാറിന്റെ കൂടെ അമ്മയ്ക്ക് എപ്പോഴും മാച്ചിങ് ആയിരിക്കും എന്നും പറയുന്നു. ഇതായിരിക്കും ബെറ്റർ അമ്മ. ഇതാകുമ്പോ എപ്പോഴും ഇങ്ങനെ റഫ് വെയറും പറ്റും. ഇതിനൊരു ക്ലാസ്സും ഉണ്ട്. ജൂട്ടല്ലേ, ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു ബ്രൗൺ നല്ലതായിരിക്കും. ഈ കണക്കിന് അമ്മനെ ബാങ്കോക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസം മതിയാവില്ലല്ലോ ഷോപ്പിങ്ങിന്. ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നും വരൂല. നിങ്ങൾ വേറെ റൂട്ട്. ഞാൻ അതാ ബെറ്റർ. പൈസ തന്നിട്ട് അമ്മനെ വേറെ റൂട്ടിൽ വിടുക. രാത്രി ഹോട്ടലിൽ വരാനും പറയാം. മസാജ് സെന്റേഴ്സ് പോലത്തെ സംഭവമാണ്. എല്ലാം മറ്റേ എല്ലാ വർഷവും വരുന്ന കുറെ പേര് കാണും അല്ലേ ഇവിടെ കടകള്? ഇല്ല, ഇതൊക്കെ പുതിയതാ. ഞാൻ ജവഹർലാൽ സ്റ്റേഡിയത്തിലൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നോട് മസാജ് ആൾ പറഞ്ഞ ആള് 10 വർഷമായിട്ട് ഇവിടെ തന്നെ വരുന്നതാണ്. ഇവിടെ ഇല്ലല്ലോ, ഇത് ആദ്യമായിട്ട് നമ്മുടെ വനിത എക്സ്പ്രസ് വരുന്ന ആളാണ്. ഞാൻ എല്ലാ വർഷം പോകാറുള്ളല്ലേ. സത്യം എല്ലാ വർഷം പോകാറുണ്ട്. എന്താ തളക്കൊള്ളൊന്നും എടുക്കാത്തവാ? തളക്കൊള്ളൊന്നും വേണ്ടേ? അമ്മ തന്നെ കോർക്കുന്നതല്ലേ ഇപ്പൊ? എല്ലാം അമ്മയുടെ സ്റ്റൈലാ. ഉണ്ടാക്കും തന്നെയായിട്ട് ഇടും. സൽവാർ ഒന്നും വേണ്ട, അതും വേണ്ട. ഒരു ഹാപ്പി സ്റ്റോറിന്ന് മതി.
എല്ലാം ഒരു ഹാപ്പി സ്റ്റോറി സ്റ്റോറിന്ന് ഞാൻ വന്നാൽ ഞാൻ ഒരു കൊട്ട കൊണ്ടുപോകും കേട്ടോ. പിന്നെ കരയരുത്. ചെക്ക് എഴുതി വെച്ചാൽ മതി. അതാ പിന്നെ എനിക്ക് ഇവിടെ കൊടുത്തൂടെ? അത് പറ്റില്ല. ഈ അവങ്ങളുടെ ഹാപ്പി സ്റ്റോറിലുള്ള ക്വാളിറ്റി ഒന്നും ഇവിടെ കിട്ടില്ല. ഒരാള് ഹാപ്പിയായി, ഒരാള് ഹാപ്പിയായി. എവിടെ അമ്മൂമ്മനെ പിടിക്കുക, പോവാ അങ്ങോട്ട്. എന്നിട്ട് അമ്മൂമ്മയുടെ അടുത്ത് പൈസ കൊടുക്കാൻ പറയാ. ഓ ജൂജിപ്സ് ഉണ്ട്. കൊള്ളത്തില്ല. ജൂജിപ്സ് വേണ്ട അമ്മയ്ക്ക് സാധാരണ ഇഷ്ടമാണല്ലോ. ഇത് കൊള്ളത്തില്ല, ഇത് കരുകരാന്നില്ല. എന്നാ വേണ്ട. ഇങ്ങനത്തെ എനിക്ക് എപ്പോഴും മഴ എക്സിബിഷൻ വരുമ്പോൾ ഓൾമോസ്റ്റ് സെയിം സാധനങ്ങൾ കാണുന്നത്. ചെരുപ്പുകൾ, ഇതുപോലത്തെ പ്ലാസ്റ്റിക് സാധനങ്ങൾ. വേദുവിന് പെന്നാണ് ഇത്. കത്തിയുടെ പെൻ കിട്ടി, പിന്നെ ഗണ്ണു ഒരെണ്ണം കിട്ടി, അതും പെന്നാണ് അല്ലേ? ആ അത് പിടിച്ചു. ഫ്രണ്ട് കവർ ചെയ്യുന്നു. ലൈറ്റ് കത്തുവോ? ഓ പെന്നുമാണ് അല്ലേ? ജൽദി നിക്കലേ. ചിലപ്പോൾ നല്ലതായിരിക്കും ഇവിടുത്തെ. അത് ഞാൻ വാങ്ങാറുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളതേ നല്ല ഫ്രൈംസ് ആയിരിക്കും. ടേസ്റ്റ് ഉള്ള ഏതാ കൂടുതൽ? മസാല, ബാജ്ര, ഇത് നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് ആ സ്വീറ്റ് പൊട്ടേറ്റോ, സ്വീറ്റ് പൊട്ടേറ്റോ നല്ല അമ്മ. ചെറിയ അതെന്തായാലും എടുക്കാം. ഗാർലിക് സ്വീറ്റ് പൊട്ടേറ്റോ നല്ലതാ. ഓണിയൻ റിങ്സ്, ഓണിയൻ റിങ്സ് നല്ലതായിരിക്കും. ഓണിയൻ റിങ്സ് കൊള്ളാമ. പയ്യെ കഴിക്കുക, സാമ്പിൾ കിട്ടിയെന്ന് വിചാരിച്ചു. ഇത് കൊള്ളാം. ഇത് നോക്കൂ. അണിയനാ എന്തായി? മിക്കവാറും അമ്മ ഇവിടുത്തെ സാമ്പിൾ തീർത്തിട്ടേ പോവുള്ളൂ. സൂപ്പറാ. ഇതൊക്കെ വറുത്ത് വെച്ച അമ്മയും പ്രിയയും കൂടെ ഒരു ദിവസം തീർക്കും. അതാണ് പ്രശ്നം. ये भी एक लो. ज्यादा लेगा तो डिस्काउंट है? 500 के 6 ले लो सर. ഓക്കെ, അപ്പൊ 5 എടുത്ത് 6 തരാമെന്ന്. എടുക്ക്, ചുമ്മാ എടുക്ക്. ടേസ്റ്റ് ഉണ്ട്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇല്ല ഇങ്ങൊന്നും ഫിനിഷ് ആവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കോണും കൂടെ എടുത്തോ. എക്സ്ട്രാ അല്ലേ? കോൺ ഏക് ചെയ്തോ. ഓക്കെ, വയറും നിറഞ്ഞു. എല്ലാ സാമ്പിളും കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അടുത്ത സാമ്പിൾ കഴിക്കാൻ പോകണം. എന്താ സാധനം? ഉളുന്ന് മുറുക്ക. ഇത് ശരിക്കും തമിഴ്നാട്ടിൽ നിന്നായിരിക്കും. അമ്മയ്ക്ക് കൊടുക്കും. ആ ചക്കവറുത്തല്ല, ഹാർഡാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ലതായിരിക്കും. ഇനിയെല്ലാം നല്ല നല്ലന്ന് പറഞ്ഞാൽ ഞാൻ തിന്നുമ്പോ എന്നെ കുറ്റവും പറയും. ആ ഞാൻ നല്ലതെന്ന് പറഞ്ഞ അമ്മ എന്തിനെല്ലാം കഴിക്കാൻ നിൽക്കുന്നത്? ഞാൻ കഴിക്കാൻ വേണ്ടിയല്ലേ നീ നല്ലെന്ന് പറയുന്നത്? എന്നും പറഞ്ഞ് കഴിക്കണം എന്നുണ്ട്. സ്വന്തം വയറാണ് മനസ്സിലാക്കണം. എനിക്ക് വയറില്ല, ഇച്ചിരി അതാ കഴിച്ചു പറ അഭിപ്രായം പറ. അതിനിടയ്ക്ക് വേദം എന്തൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. സൂപ്പറാണോ? ആ അതാ പറഞ്ഞത്. ആ ആ വേദം എന്റെ അടുത്ത് കഴിച്ചേ. അതവന് ഇഷ്ടമായി തോന്നുന്നുണ്ട്. ഇഷ്ടമായത് ആ അങ്കിള് തരും. എന്താ ഇതാണ് വേദ കഴിച്ചോണ്ടിരുന്നത്. ഇത് കുറച്ചതാ. വേദ ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഈ സംഭവം. നൈസ്. റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. സാമ്പിൾ ഇവർ നമുക്ക് തരുന്നോണ്ടല്ല നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സാധനങ്ങൾ കൊള്ളാം അല്ലേ? സാമ്പിൾ തന്നുകൊണ്ടാണോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്? അല്ലല്ല, തിന്നു നോക്കിയിട്ടല്ല. അവര് തന്നില്ലെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കും. ആ ഞാനും കഴിക്കും. വഴക്കിട്ടിയാലും കുഴപ്പമില്ല. ഫുഡിന് വേണ്ടി നമ്മളെ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ലാത്ത ഒരാൾ ഞാനും അമ്മ. ദേ ഒരാള് വേദ വാങ്ങിയിട്ട് കഴിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് അടിച്ചോണ്ടിരിക്കും ഒരാള്. മോൻ അത്ര ഇഷ്ടമായത് അന്ന് ഒരെണ്ണം കൂടി എടുത്തോ. ആ വാങ്ങുന്നുണ്ട്. പറ്റിയ കൊച്ചുവാ, അമ്മുമ്മക്ക് പറ്റിയതാ. നീ പ്രിയക്ക് ഒന്നും വാങ്ങിയില്ല എന്ന് പറയണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് കഴിക്കുന്നു. വാങ്ങണ്ട, പക്ഷെ കൊള്ളാം. എന്നാ വാങ്ങ്, തടി പോരട്ടെ അങ്ങോട്ട്. അപ്പൊ ചക്ക വറുത്തതും പ്രിയക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതുവരെ അവിടെ നിന്ന് മാറിയിട്ടില്ല. ഇഷ്ടമായി. വാങ്ങിതേ അതിലുണ്ട്. ഇത് കഴിച്ചു നോക്കിയ ഗ്രൗണ്ട് നട്ട്. അത് വേണ്ടെന്ന് അവന്, അവനെടുത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അവൻ അത് തന്നെ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുക വണ്ണപ്പ തൊട്ട്. അച്ചാർ വേണോ? വേണ്ട. നമ്മുടെ അവിടെ പ്രോൺ പിക്കിൾ കിട്ടും, അത് നല്ലതാ. ആമ്മ നാരങ്ങ മിഠായി ഒക്കെ ഉണ്ട്. പല്ലില്ല. സിഗരറ്റ് മിഠായി പണ്ടത്തെ. ആ ജീരക മിഠായി, സിഗരറ്റ് മിഠായി നല്ലതായിരിക്കും. ഇത് ഭയങ്കര നല്ലതായിരിക്കും അമ്മ. ഇത് പണ്ട് കിട്ടില്ല ഓറഞ്ചിന്റെ, അതൊരെണ്ണം എടുക്ക്. അത് പക്ഷെ പല്ല് പോകും. ഇതും കൊള്ളതാ. ചോക്ലേറ്റിന്റെ പണ്ട് കഴിച്ചിരുന്നു, ഇപ്പൊ കഴിക്കാൻ പറ്റും. ചോക്ലേറ്റാ ഇത്. കോയിൻ ഇതിന്റെ അകത്ത് ചോക്ലേറ്റാ. ഭയങ്കര നോസ്റ്റാൾജിയ ഉള്ള ഒരു കമന്റാണ് ഈ കാര്യങ്ങൾക്ക്. അലുവ
അലുവ വീക്ക്നെസ് ഉള്ള ആളാ. എന്താ കറുത്ത അലുവ. ആ അപ്പൊ വണ്ണം വെക്കുന്നതിൽ കുഴപ്പമില്ല. ആരാ? അമ്മയ്ക്ക്. ഞാൻ വണ്ണം വയ്ക്കൂലല്ലോ, ഞാൻ കൺട്രോൾ ചെയ്യും. നിന്നെ പോലെയല്ല. ഇതൊക്കെ പഴയ ചങ്ക ചങ്കണ്. പിന്നെ നമ്പറൊക്കെ തന്നിട്ടുണ്ട് പണ്ട്. ഞാനും സിന്ധുവും കൂടെ വന്നിട്ട് ചങ്ക ചങ്ക എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി. ഓർമ്മയുണ്ടാ? അതെടുക്ക്. നല്ല ചക്കല വന്നിട്ട് തേമരിക്ക ചക്കയുടെ അലുവ. അമ്മയാണ് അലുവയുടെ ആള്. കൊടുത്ത മറ്റേ ചങ്കോ ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഗോതമ്പ് ഇഷ്ടപ്പെട്ടു. മൊഹബത്തിന്റെ അലുവ. ഓ മൊഹബത്തിന്റെ അലുവ. മൊഹബത്തിന്റെ അലുവ. അപ്പൊ അമ്മയുടെ ചങ്ക് ആയതുകൊണ്ട് ഒരെണ്ണം 1 കിലോ. എത്രയാ? 1/2 കിലോ. എന്നാ 1/2 കിലോ മതി. മാത്രം 1/4 കിലോ മതി. പറ്റില്ല. അധികം ആരില്ല, ഞാൻ മാത്രമേ. ഞാനും അവനും ഉള്ളു. 1/4 കിലോ മതി. ഞാൻ തിന്ന ചുമ്മാ. കറുത്തലുവ ഇഷ്ടമല്ലേ? വേണ്ടേ? കറുത്തലുവ നല്ലതാ. അത് 1/4 കിലോ. അപ്പൊ രണ്ടും 1/4 കിലോ. ഓക്കെ. കേരള സ്പെഷ്യൽ കാലിക്കറ്റ് അലുവ. ഹോൾസ് കുറവാണ്. അത് ഇത്രയും തന്നെ ഉള്ളവരുണ്ടോ അവിടെ? എനിക്ക് ഇവിടെ ഇപ്പൊ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ആണോ? ചിലപ്പം. പക്ഷെ നമ്മൾ പകുതിയല്ലേ, ഇനി 10 ദിവസം കൂടെ ഉള്ളൂ. ഇനി ഇവിടെ ചിലപ്പോൾ കാണും എന്തെങ്കിലുമൊക്കെ. പക്ഷെ നല്ല ക്ലീൻ അല്ലേ? നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, ക്ലീൻ ആണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ ഇതുപോലെയല്ല. സ്റ്റേഡിയത്തിൽ ബ്ലാ ബ്ലാ ബ്ലീ ബ്ലിയാ. അതെന്താ? കേട്ടാ, വെറുതെ അല്ല, കുറെ ഉണ്ട് ഏരിയ. ഇത് മറ്റേ കാർപ്പറ്റ്, ചെരുപ്പുകള്, നടക്കുന്ന സെയിം സംഭവങ്ങൾ പോലെ തന്നെ. നമ്മുടെ രാജസ്ഥാനി ബാഗ്സ് ഒക്കെ പോലെ ഇങ്ങനത്തെ ബോഹോ ബാഗ്സ് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ളതൊക്കെ നമ്മുടെ സ്റ്റോറിലുണ്ട്. ഇതുണ്ട് നമ്മുടെ സ്റ്റോറിലുണ്ടോ ഇതൊക്കെ? ഇതൊക്കെ ഉണ്ടോ? എനിക്ക് ചെരുപ്പ് വിൽക്കുന്ന അതെ ഗൂച്ചിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അമ്മയ്ക്കൊന്നും ഇങ്ങനത്തെ രാജസ്ഥാനി ചെരുപ്പുകൾ അത് കൊള്ളാം. കണ്ട കിലുങ്ങുന്ന ചെരുപ്പുകള്. ഫ്രണ്ട് കവേർഡ് പോലെ തന്നെ കിലുങ്ങുന്ന ചെരുപ്പാണല്ലോ. അല്ല, അത് ഞാൻ ചെരുപ്പ് നോക്കിയത്. പക്ഷെ ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല. ഒരു ഷോപ്പിൽ അമ്മ, ഒരു ഷോപ്പിൽ വേദു, ഒരു ഷോപ്പിൽ അമ്മ, ഒരു ഷോപ്പിൽ വേദു. ഒരു സ്ഥലത്ത് എല്ലായിടത്തും പേടിഎമ്മിന്റെയും ഗൂഗിൾ പേന്റെ സൗണ്ട് വരുന്നുണ്ട്. വാ, ശരിക്കും ഇൻകം നോക്കുമ്പോഴാണ് കേട്ടോ. സ്റ്റോൾസ് ഒന്നും ഒരു കുറവില്ല. നിങ്ങൾ ഈ സ്റ്റോൾസ് വരാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ട്. സർപ്ലസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. സർപ്ലസ്. പക്ഷെ അത് കൊള്ളില്ല. തുടങ്ങുന്ന അമ്മ? ഞാൻ തുടങ്ങുന്നില്ല. ജയിനമ്മയുടെ പ്ലോട്ടിൽ പാറു ചെയ്യാന്ന് പറഞ്ഞു. മമ്മി അത് ക്ലീൻ ചെയ്തതാ. ഞാൻ പച്ചക്കറിയൊക്കെ അവിടെ നട്ടോളാം. ഉറപ്പാ? അവള് പറഞ്ഞിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കൊടുക്കും. ആര്? പാർവതിയോ? ഓക്കെ. ഞാൻ പറഞ്ഞ ആര് വെള്ളം ഒഴിക്കും, ആര് മണ്ണൊക്കെ അനക്കി. പാർവതി നാട്ടില് കൃഷിയാണ്. അതുകൊണ്ട് അവള് പറഞ്ഞു അറിയാൻ ഞാൻ ചെയ്യാം. നന്നായി. ഓർഗാനിക് വെജിറ്റബിൾസ് കഴിക്കുന്നു തൊട്ട് പാർവതി കാരണം. ഇനി ഏതോ കഴിഞ്ഞു കേട്ടാ. ഭാഗ്യം, എന്തായാലും എക്സിറ്റ് ആവാറായി. ഇനി ഒന്നുമില്ല, കഴിഞ്ഞു. വാ, ഫൈനലായിട്ട് എന്തോ പൊടി വെക്കുന്നുണ്ടല്ലോ. അതെന്താ? അവലോസ് പൊടി വല്ലതും ആണോ? കേടാ അവലോസ് പൊടി. ചക്കപ്പൊടി, അരിപ്പൊടി, എള്ള്, ജീരകം, മുളയരി, തേങ്ങാക്കൊത്തൊക്കെ വെച്ച് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. സാമ്പിൾ മാത്രം ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. ഇതില് ഷുഗർ ഉണ്ട്, ഇതില് ഷുഗർ ഇല്ല. തരുന്നതിൽ ഷുഗർ ഉണ്ടാവില്ല. കാരണം ഷുഗർ ആഡ് ചെയ്താണ് കഴിക്കേണ്ടത്. ചക്കപ്പൊടി, അരിപ്പൊടി, എള്ള്, ജീരകം, മുളയരി. ചക്കപ്പൊടി, ജീരകം, എള്ള്, മുളയരി, തേങ്ങ, അരിപ്പൊടി. പിന്നെ ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ട് കഴിക്കും. ഷുഗർ ആവശ്യമുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യില്ല. അങ്ങനത്തെ യൂണിക് സാധനങ്ങളാണ് എക്സിബിഷനിൽ വാങ്ങണ്ടേ അല്ലേ? കൊള്ളാം സാധനം. അതൊരു പാക്കറ്റ്. ഇതെടുത്തപ്പോ ഒരു പാക്കറ്റ് എത്ര? ഒരു പാക്കറ്റിന് ഇത് 1/2 കിലോന്റെ പാക്കറ്റ് രണ്ടും വരുന്ന 200 രൂപ. 1/4 കിലോയുടെ പാക്കറ്റ് 1/4 കിലോന് 100 രൂപ. സോപ്പ് 100 രൂപ. അത് ആദ്യമായിട്ട് അത് കാണുന്നത്. എന്തല്ലേ? ആയുർവേദം തോന്നുന്നു. അറിയില്ല. കോക്കനട്ട് ഓയിലാന്ന്. കൊള്ളാം. 6 രൂപ. കൈ കഴുകാനെങ്കിലും ഉപയോഗിക്കാം. ഫുഡ് വരെ ഉണ്ടല്ലേ? ഇത് ഒന്ന് പറയാം, ഇവിടെ ഫുഡ് വരെ ഉണ്ടെന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്നാക്സും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം. കുടുംബശ്രീ മാത്രമേ ഉള്ളൂ എന്നൊന്നും ഇത്തവണ. ട്രൈ ചെയ്താലോ എന്തെങ്കിലുമൊക്കെ. ബാ, കുറച്ച് കഴിച്ചിട്ട് പോവാം. അപ്പൊ ഭയങ്കര ഹംഗ്രിയാ. ഫുഡ് കണ്ടപ്പോ ഭയങ്കര ഹംഗ്രിയാവും. ഓ, ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ. പഴംപൊരി, ചിക്കൻ കറി, ബീഫ്, കോഴിക്കട്ട, പിന്നെ മുട്ട ബജി, ഓ ചക്കപ്പിടി, എന്ത് വേണം. മീൻകറിയൊക്കെ ഉണ്ടോ അപ്പുറത്ത്? ഞണ്ടുണ്ടോ? ഞണ്ടുണ്ടെന്ന്. തലക്കറി നോക്ക് അമ്മ. ഓ എന്താ അല്ലേ? ഓ, ഒരു തലയോട്. എന്ത് മീനത്? കേര. വറ്റയാ? വറ്റ. ഞണ്ടമ്മ. ഇത് നോക്കട്ടെ. ഇത് പറഞ്ഞു. ഞണ്ട് എത്രയാ റേറ്റ്? ഞണ്ട് എങ്ങനെയാ റേറ്റ്? വിന്താലു ബീഫാണോ? ആ, ഓക്കെ. റോസ്റ്റ് അതും കണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ഹോം മെയ്ഡ്. ഓക്കെ. ചെമ്മീൻ റോസ്റ്റ് എന്തായാലും. അതെന്താ? ബീഫ് കറി വേണ്ട. അപ്പൊ ബീഫ് വിന്താലു, തലക്കറി,
ഞണ്ട് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ് എല്ലാം പാക്ക് ചെയ്യാം, എല്ലാം പാർസൽ. ഓക്കെ. ഓ തലക്കറി നോക്ക് അമ്മയ്ക്ക് എടുക്കുന്നത്. ആ വീട്ടിൽ പോയി നമ്മ ഒരു ഇന്നില്ല നാളെ ഉച്ചക്ക്. കുഴപ്പമില്ല, ഇരിക്കുവോ? പിന്നെ കുഴപ്പമില്ല അല്ലേ? ആ അങ്ങനത്തെ ചാറ് മതി. ഗുണം ഇതാ, ഭയങ്കര ക്വാളിറ്റിയും ടേസ്റ്റും ഭയങ്കര അഫോർഡബിളും. ആ അത്രേ ഉള്ളൂ. നാളെ ഉച്ചയ്ക്ക് ഉറക്കമുണ്ട് ഇന്ന് രാത്രി. ചിലവ് രാത്രി ചോറുണ്ട് എനിക്ക് തോന്നി. എനിക്ക് രാത്രി ഞണ്ടും ചെമ്മീനും ബീഫ് എന്തായാലും ഒക്കെ ആയിരിക്കും കേട്ടോ. പുട്ടും പറ്റില്ല, ഗ്രേവി അത്ര ഇല്ലല്ലോ. ചപ്പാത്തി വല്ല അടിക്കാം, അല്ലെങ്കിൽ പൊറോട്ട. കാലൊന്നും വേണ്ട മോളെ, അതിന്റെ ബോഡി ഇട്ടാ ബോഡി പീസ് മതി. ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണോ? ഇത് പൊറോട്ടയാണോ ചേച്ചി? ഓ ചിക്കൻ പെരിഞ്ചീരകക്കോഴി, കരിഞ്ചീരകക്കോഴിയോ? അത് കൊള്ളാമല്ലോ. അല്ല ഇവിടെ തന്നെ കുക്ക് ചെയ്യുന്നു അല്ലേ? ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണോ? എന്താ ഇത്? ഓ ഇപ്പത്തരിയും ചിക്കൻ കറിയും ഉണ്ട്, സൂപ്പറായിരിക്കും. ചപ്പാത്തി വേണ്ട, കൺട്രോൾ പോയി. അതുകൊണ്ട് ഈ പത്തിരി, ചിക്കൻ ഫ്രൈ ഇത് മൂന്നും കൂടെ എടുക്കാം. ചേച്ചി അടിപൊളിയാന്നാ പറഞ്ഞ? അപ്പൊ അടിപൊളിയായിരിക്കും, എന്തായാലും അടിപൊളിയായിരിക്കും, അത് വേറെ ചോദ്യമില്ല. വെറൈറ്റി സാധനമാണ്. അട്ടപ്പാടിയിൽ എന്തോ കോഴി പോലെയാണ്, എനിക്കൊന്ന് കൊത്തു പൊറോട്ട പോലെ പിച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് കോഴിയാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. എന്തായാലും ഞാൻ ലൈം വിത്ത് പൈനാപ്പിൾ ആൻഡ് ചില്ലി പറഞ്ഞിട്ടുണ്ട്. ഫുഡ് എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. എത്രയും ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതല്ല, ഭയങ്കര അഫോർഡബിൾ. എനിക്ക് ഫുഡാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ചിക്കൻ കറി കോഴിക്കോട് ആയതുകൊണ്ട് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി. നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. ബിരിയാണി പാർവതി, നമ്മുടെ മെയ്ഡിന് ബിരിയാണി ഭയങ്കര ഇഷ്ടം, അപ്പോൾ ബിരിയാണി വാങ്ങുന്നുണ്ട്. പ്രിയയ്ക്ക് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അടിപൊളി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കൺക്ലൂഷൻ വീട്ടിലെത്തിയിട്ട് എടുക്കുക. ഇവിടുത്തെ ലൈവ് സോങ്ങും മ്യൂസിക്കൊക്കെ നടക്കും. സംസാരിച്ച് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ലായിരിക്കും. പ്രിയയ്ക്ക് പാലടപ്പായസം പ്രിയ ആഘോഷിക്കും. വീണ്ടും ഒരു കാര്യം പറയാനുള്ളതുണ്ടല്ലോ, ഇതാണ് ഞങ്ങൾക്ക് സത്യം പറയുക ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനത്തെ ഒരു നല്ല വെരി വെൽ കണ്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷന്റെ വരെ ടോയ്ലറ്റിൽ കയറിയ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അത്രയും ഡിസ്കസിംഗ് ആണ്, വെരി സാഡ്. അതിനുവേണ്ടി സ്റ്റാഫ് വരുന്നുണ്ട്, എന്നിട്ടും ടോയ്ലറ്റിൽ നിങ്ങൾ ഒരു നിവർത്തിയുണ്ടെങ്കിൽ കയറി. ഞാൻ വന്നപ്പോഴാണെന്ന് അറിയില്ല, പക്ഷേ ഇറ്റ് വാസ് ഹൊറിബിൾ. കൈ വാഷിംഗ് വെളി സ്ഥലമുണ്ട്, ടോയ്ലറ്റ്സ് എക്സ്ട്രീംലി ഡേർട്ടി. ദിസ് ഇസ് ലൈക്ക് ഒരു ബേസിക് നെസസിറ്റി അല്ല ഒരു സ്ഥലത്ത് പോകുമ്പോൾ വൃത്തിയുള്ള ടോയ്ലറ്റ്. അതൊരു ലക്ഷറിയോ അല്ലെങ്കിൽ ഒരു പ്രിവിലേജോ ഒന്നും അല്ലല്ലോ ക്ലീൻ ടോയ്ലറ്റ്. അത് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വളരെ മോശമാണ്. കാരണം എൻട്രൻസ് ഫീസ് വരെ വെച്ചിട്ടല്ലോ നമ്മളെ കയറ്റുന്നത്. ഭയങ്കര മോശമാണ് ടോയ്ലറ്റ്. ഒരു അടിപൊളി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം പൈസ ഒന്നും ചെലവില്ല അൺലെസ് യു ആർ ബൈങ് എക്സ്പെൻസീവ് സ്റ്റാഫ്. ഒരു ഫൺ പ്ലേസ് ആണ്. ഫുഡ് മസ്റ്റ് ട്രൈ. മ്യൂസിക് ഇസ് ആക്ച്വലി കൈൻഡ് ഓഫ് അനോയിങ്. ഭയങ്കര ലൗഡ് മ്യൂസിക് ആണ് അവിടെ. ഒരു അത്രയും ലൗഡ് മ്യൂസിക് ഒരു കോൺസെർട്ട് പോലെയല്ല, കഴിച്ചുകൊണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബട്ട് എനിവേ ഒരു ഓവറോൾ അടിപൊളിയാണ്. എനിക്കത് ടോയ്ലറ്റ്സ് മാത്രം കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കി അടിപൊളിയായിരിക്കും. കാരണം ഇത്ര ആൾക്കാർ വരുന്നതാണ്, പെയ്ഡ് എൻട്രൻസ് ഉള്ളതാണ്. ടോയ്ലറ്റും കൂടെ കുറച്ചും കൂടെ അടിപൊളിയാണെങ്കിൽ, കാരണം അത്രയും ക്ലീനാണ് ബാക്കിയുള്ള എല്ലാ ഏരിയയും. അത് മാത്രമേ എൻ്റെ ഒരു ചെറിയ സജഷൻ ഉള്ളൂ. എന്തായാലും ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾ വനിത എക്സിബിഷനിൽ പോയി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ ബൈ. വേദുമി